ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. ഇതിൽ പൊതുവെ ഈ ക്ലിപ്പിൽ പോകുന്നതിന് മുമ്പേ ഒരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ആയിട്ട് ക്ലിപ്പുകൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. സാധാരണ യുദ്ധങ്ങൾ എന്നുള്ള ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവര് ആക്രമണം ചെയ്തു, കൊള്ളയടിച്ചു എന്ന് പറയുന്നത്. യുദ്ധത്തിനെല്ലാം ഒരു പേര് മാറ്റി കൊള്ളയാക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു വചനം എടുത്ത് വെച്ചിട്ട്, കണ്ടില്ലേ ഈ വചനത്തിൽ പോയി അവരെ വെട്ടുക, അവരെ കൊല്ലുക, അവരെ അവരെ കപ്പം കിട്ടുന്നവരെ അവര് നിങ്ങൾക്ക് കീഴൊതുങ്ങി കപ്പം കിട്ടുന്നവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നെല്ലാം കാണിച്ചിട്ട് പറയും, കണ്ടില്ലേ കീഴൊതുങ്ങണം, അതാണ് ഇതാണെന്നൊക്കെ ഓരോരോ ലൈൻ വെച്ച് സംസാരിക്കും. അതിന് പകരം നമ്മളിപ്പോ പറയുന്നത്, എനിക്കൊരു 10 മിനിറ്റോ 5 മിനിറ്റോ എടുത്താലും ഒരു ജനറൽ കോൺസെപ്റ്റ് എന്താണ് യുദ്ധം എന്നുള്ള കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ക്ലിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫൗണ്ടേഷൻ ശരിയാകുമ്പോൾ മനസ്സിലാവും. ഇസ്ലാമിന് യുദ്ധം എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്യേണ്ടത് രാഷ്ട്രമാണ്, രാഷ്ട്ര തലവനാണ്, ഗവൺമെന്റ് ആണ്. മദീനയിലാണ് ഇസ്ലാം ഗവൺമെന്റ് ഉണ്ടായത്. അവിടെ വന്നിട്ട് മാത്രമേ യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളൂ. മക്കയിൽ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലായിരുന്നു, ഒരു ഭരണാധികാരി ഇല്ലായിരുന്നു, വേറൊരു കൂട്ടരുടെ കീഴിലായിരുന്നു. അവിടെ ഒരിടത്തും ഒരു യുദ്ധം ചെയ്തിട്ടില്ല. യുദ്ധം ചെയ്യാൻ അള്ളാഹു ആഹ്വാനവും കൊടുത്തില്ല. അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്ന ചില മുസ്ലിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിം നാമധാരികൾ ചെയ്യുന്ന ചില തെറ്റുകളും കുറ്റങ്ങളും ചില വെട്ടുന്നതും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇസ്ലാമിനോട് ചെയ്യരുത്. ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്, മോഷ്ടിച്ചാൽ കൈവെട്ടുക എന്നുണ്ട്, ഇതാരാ ചെയ്യേണ്ടത്? ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്, ഒറ്റ ആളല്ല ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള റൂളുകൾ നിങ്ങൾ ഇസ്ലാമിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിൽ ഇരുത്തുക. അതിൽ അപ്പം തന്നെ ഇവർ പറയുന്ന ആൻസർ ആവും, ഇവർ ഇൻഡിവിജ്വൽ ചെയ്യുന്ന പോലെയാണ് കൊണ്ടുപോകുന്നത്. ഇൻഡിവിജ്വൽ ചെയ്യാനുള്ള അധികാരമില്ല, അത് ഗവൺമെന്റ് ആണ്. ഒരു തെറ്റ് നടന്നു കഴിഞ്ഞാൽ അത് വിചാരണ നടത്തുക, ചെയ്യുക, സാക്ഷികളെ വിസ്തരിക്കുക, അത് കഴിഞ്ഞിട്ട് പണിഷ്മെന്റ് കൊടുക്കുക. ആ കൊടുക്കേണ്ട പണിഷ്മെന്റ് എന്താണ് എന്നുള്ളതാണ് മോഷ്ടിച്ചാൽ കൈവെട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുമ്പോൾ 90% ആരിഫും ഈ ബാക്കിയുള്ളവർ പറയുന്ന ഇസ്ലാമുമായിട്ട് യുദ്ധമായിട്ട് ഈ അക്രമമായിട്ട് ഓരോ വചനാൽ 9:5 9:29 എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് കാണിക്കും. അതെല്ലാം ഈ കാറ്റഗറി പെടുന്നതാണ്. അത് ഗവൺമെന്റിനോട് പറയുന്നതാണ് ആയത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുമല്ല, മദീനയിൽ വന്നിട്ടാണ് യുദ്ധത്തിനുള്ള ആഹ്വാനം വരുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ആ പീഡിതരായ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്തുകൂടാ എന്ന് മദീനയിൽ ഉള്ള പ്രവാചകനാണ് ഓർഡർ വരുന്നത്. പക്ഷെ പീഡിപ്പിക്കുന്ന ആരാണ്? അവിടെ മദീനയിലല്ല പീഡിപ്പിക്കപ്പെടുന്നത്, മക്കയിലുള്ള മുസ്ലിങ്ങളാണ്, ഖുറൈശികൾ അവിടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ആയത്ത് വരുന്നത് ഇവിടാണ്. അവർക്കല്ല, മക്കയിലുള്ള ഏതെങ്കിലും ഒരാളിനെ ഒരു ഗ്രൂപ്പിന്റെ തലവനാക്കി നിങ്ങൾ പോയി നേരിടുക എന്നല്ല പറഞ്ഞത്. ഒരു ഗവൺമെന്റ് ആയതിനു ശേഷം, ഗവൺമെന്റ് എല്ലാം സെറ്റപ്പ് ആയതിനു ശേഷം ആ ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത്. അവിടെ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു, അവര് അവർ ടോർച്ചർ ചെയ്യുന്നു, അനീതി ചെയ്യപ്പെടുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ എന്ന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നത് എവിടാണ്? മദീനയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെന്റിനാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെ ചുമ്മാ കയറി യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ അനീതി ചെയ്തിട്ടുണ്ടാണ് മുമ്പേ, ഒരു അനീതി ചെയ്തു, അങ്ങനെ വരുമ്പോൾ അവരോട് മാത്രമാണ് യുദ്ധം ചെയ്യേണ്ടത്. നാട് പിടിക്കാനോ മതം ഇതാക്കാനോ ഇത് വിസ്തൃതി കൂട്ടാനോ അതിനൊന്നും യുദ്ധം ചെയ്യാൻ പാടില്ല. അതിന് ഞാൻ കുറച്ച് വചനങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകാം. അപ്പൊ അതോടെ ഇൻട്രൊഡക്ഷൻ തീരും. ഖുർആൻ 2:190 നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക, നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. ആയത്താണ് 2:190. അപ്പൊ നിങ്ങളോട് ആരാണോ യുദ്ധം ചെയ്യാൻ വരുന്നത് അവരോട് യുദ്ധം ചെയ്യുക, പരിധി വിടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് അങ്ങോട്ട് പോകരുത്. ക്ലിയർ ആണ്, ഇത് ഗവൺമെന്റിനുള്ളതാണ്, ഒറ്റയ്ക്കുള്ള ആളല്ല. പിന്നെ അതേപോലെ ഉള്ള യുദ്ധത്തിന്റെയും മറ്റു ചില വചനങ്ങളും ഈ ഞാൻ പറഞ്ഞ പോയിന്റിനെ സാധൂകരിക്കുന്ന വചനങ്ങൾ ഓടിച്ച് പറഞ്ഞു പോവാം. 5:32 ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യനെയും കൊല്ലുന്ന പോലെയാണ്. ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ പോയി കൊല്ലാൻ പാടില്ല. അത് ഗവൺമെന്റ് ശിക്ഷാ നടപടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിൽ മാത്രമേ ഗവൺമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യനും പോയി വേറെ മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇത് 5:32. അടുത്ത 17:33 അള്ളാഹു പവിത്രമാക്കി തന്നിട്ടുള്ള ജീവൻ ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ ഹനിക്കാൻ പാടില്ല. ഇപ്പൊ ജീവൻ എന്നുള്ളത് പവിത്രമാണ്, അള്ളാഹുമാണ് അത് ഉണ്ടാക്കിയത്. അത് മുസ്ലിമിന്റെ ജീവനാണെങ്കിലും ശരി, കാഫറിന്റെ ജീവനാണെങ്കിലും ഏതാണെങ്കിലും മനുഷ്യ ജീവൻ പവിത്രമാണ്. അത് അള്ളാഹു പവിത്രമാണ്. അത് പോയി നിങ്ങൾ ഹനിക്കരുത്. ന്യായപരമല്ലാതെ ഹനിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ്, കൊല്ലാന്നുള്ള ഇതുണ്ട് ഇസ്ലാമിൽ. ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അയാളുടെ പണിഷ്മെന്റ് തിരിച്ചയാളെ തൂക്കി കൊല്ലുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതാണ്. ആ രീതിയിലല്ലാതെ അല്ലെങ്കിൽ യുദ്ധത്തിലല്ലാതെ അങ്ങനെ ന്യായമുള്ള രീതിയിലല്ലാതെ നിങ്ങൾ ഹനിക്കരുത്. അതുകൊണ്ട് പവിത്രത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പോയി കൊല്ലാൻ പാടില്ല. നിങ്ങൾ കൊല്ലാന്ന് പറയുന്നില്ല, അയൽക്കാരനെ കൊല്ലാന്നൊക്കെ പറയുന്നത് അതൊന്നും ശരിയല്ല. ഞാൻ പിന്നെ പറയാം. അതിന്റെയൊക്കെ ബേസിക് വചനങ്ങളാണ്. പിന്നെ 2:190 ഞാൻ വാങ്ങിച്ചത്, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യുക, പരിധി വിടാൻ പാടില്ല. അടുത്ത 9:13 അവരാണല്ലോ ആദ്യം യുദ്ധം ചെയ്തത്, അതുകൊണ്ടാണ് നിങ്ങൾ അവരെ പ്രതിരോധിക്കുക, അവിടെ പോയി അവരോട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. 9:13. പിന്നെ 2:191 നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട
അവരുമായിട്ടാണ് യുദ്ധം. അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു മക്കയില്. അവർ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ തൗഹീദ് പറഞ്ഞു, ഏകദൈവം സിദ്ധാന്തം പറഞ്ഞു, ഒരു ദൈവത്തെ മാത്രം ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു വിട്ടവർ. അവരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അപ്പം അനീതി അവരുടെ സൈഡിൽ ഒരു സൈഡ് ഉണ്ടായിട്ടുണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ യുദ്ധത്തിന് അനുമതിയുള്ളൂ. അതും ഗവൺമെന്റിനെ പറ്റത്തുള്ളൂ. പിന്നെ 2:192 യുദ്ധത്തിൽ നിന്നും അവർ പിന്മാറുകയാണെങ്കിൽ പിന്നെ യുദ്ധമില്ല. അവർ സന്ധിക്ക് വരുന്നില്ല, ഞങ്ങൾ യുദ്ധത്തിന് വരുന്നില്ല, മാറിക്കൊള്ളാൻ പറഞ്ഞാൽ അതിന് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയാണ് അവിടെ വെച്ച് യുദ്ധം സ്റ്റോപ്പ് ചെയ്യണം. സാധാരണ മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെയല്ല. ജയിച്ചു കഴിഞ്ഞാൽ കയറി മേഞ്ഞ് എല്ലാവരും വെട്ടിക്കൊല്ലുക എന്നുള്ളതാണ് സാധാരണ യുദ്ധങ്ങൾ നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. അവർ എപ്പ വരുന്ന സമാധാനത്തിൽ റെഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ യുദ്ധം നിർത്തണം. ഇതെല്ലാം ഖുർആനായത്താണ്. ഇതൊന്നും ആരിഫ് പറഞ്ഞായിട്ടോ വേറെ ഏതെങ്കിലും മുസ്ലിം വിമർശകർ പറഞ്ഞായിട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് അറിയാമെങ്കിൽ അവിടെ ഇനി അവരെന്ത് ആയത്ത് കൊണ്ടുവന്നാലും ഇത് മനസ്സിലുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ 4:75 ബലഹീനരായ ആണുങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾക്ക് നേരെ അതിക്രമം ചെയ്യുന്നത് എതിരായിക്കൊണ്ടാണ് യുദ്ധം. അത് അവർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം എന്ന് പറയുന്നത്. അതായത് ഇങ്ങോട്ട് രാഷ്ട്രത്തിൽ ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ ബലഹീനരായ ആണുങ്ങൾ കാണും, വയസ്സായ ആൾക്കാർ, സ്ത്രീകൾ കാണും, കുട്ടികൾ കാണും. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് യുദ്ധം എന്നുള്ളത് കറക്റ്റായിട്ട് 4:75 പറയുന്നു. അടുത്ത 22:39 മർദ്ദിതർ ആയതിനാലും അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അവർ അവിടെ മർദ്ദിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെയാണ് അനുവാദം കൊടുക്കപ്പെടുന്നത്. മക്കയിലാണ് അത് നടക്കുന്നത് പീഡനം, മദീനയിലല്ല. പക്ഷെ ഗവൺമെന്റ് ഓർഡർ വരുന്നത് ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത്. ഇത് ഗവൺമെന്റ് മാത്രം യുദ്ധം ചെയ്യാവുന്നുള്ളതിന്റെ തെളിവാണിത്. അവിടെ ഉള്ള ഓർഡർ വന്നില്ല. ഇവിടെ ഒരു ഗവൺമെന്റ് ആയതിനു ശേഷമാണ് നിങ്ങൾ ആ മർദ്ദിക്കപ്പെടുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്തുകൂടെ, നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അടുത്ത 8:61 അവർ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ അവരുമായി യുദ്ധമില്ല. ക്ലിയർ കോട്ട്സ്. ഇതെല്ലാം ഖുർആൻ നമ്മൾ പറയുന്നതല്ല, ഖുർആൻ വചനങ്ങളാണ്. 8:61 അവർ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ അവരുമായി യുദ്ധമില്ല. അത് 2:256 മതപ്രചാരണത്തിന് വേണ്ടി യുദ്ധം പാടില്ല. മതത്തിൽ ബലപ്രയോഗം പാടില്ല. ബലപ്രയോഗം വെച്ചിട്ട് മതം ഒരിക്കലും കൊണ്ടുവരാൻ ഇസ്ലാമിൽ യാതൊരു അനുവാദവും ഇല്ല. അവൻ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് ഇസ്ലാമിന്റെ ഇത്. മതത്തിന് വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും അവിടെ അതിക്രമം നടക്കുന്നു അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് വരുന്നു, അവർ അനീതി ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് യുദ്ധത്തിന് പോവുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അത് 109:6 ഇതൊക്കെ നസ്ക് ചെയ്യപ്പെട്ട ആയത്താന്ന് പറയുന്നത്. അതൊന്നുമല്ല, അത് വഴിയെ പറഞ്ഞുതരാം. 109:6 ആ സിറ്റുവേഷനിലാണ്. നമുക്ക് പോയി മതം ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവരെ നിർബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ മതം തന്നെയാണ്, നമ്മൾ നമ്മുടെ മതം തന്നെയാണ്. ഒരിക്കലും നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ശത്രുക്കൾ ആരെങ്കിലും അഭയം തേടിയാൽ, യുദ്ധ സമയത്ത് തന്നെ ശത്രുക്കൾ ആരെങ്കിലും അഭയം തേടിയാൽ അവർക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുക. 9:6 9:5 എപ്പോഴും പറയാ. അവർ കണ്ടെടുത്ത് വെട്ടിക്കൊല്ലുക എന്ന് പറയുന്നില്ലേ, യുദ്ധ സമയത്താണ്. അപ്പം അതിന്റെ അർത്ഥത്തിൽ പറഞ്ഞിട്ട് അവർ അഭയം തേടിയാൽ നിങ്ങൾ അവർ എവിടെയാണ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. ഇതാണ് ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള ഒരു പൊതുവായ കാഴ്ചപ്പാട്. ഗവൺമെന്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അനീതി നമുക്ക് നേരെ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് നേരെ യുദ്ധം അവർ തുടങ്ങിയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ യുദ്ധം ചെയ്യാവൂ. ഇത് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ക്ലിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും.